ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഗീ റൈസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കാഷ്നട്ട് എന്നിവയിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അതിലേക്ക് നമ്മൾ ഷാജീരകവും കൂടി ഇടാം. ഇനി നമ്മൾ സവോളയാണ് ചേർക്കാൻ പോകുന്നത്. സവോള നല്ലോണം വാടി വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളിവിടെ എരുന്ത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സവോള നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെ അരിയാണ് ചേർക്കാൻ പോകുന്നത്. നമ്മളിവിടെ 2 നാഴി അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം 2 കപ്പ് അരിക്ക് നമ്മൾ 4 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് അത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം, കൂടാൻ പാടില്ല കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരുമ്പോൾ നമ്മളത് മൂടി വെച്ച് കൊടുക്കണം. ഒരു 2 വിസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം. ഇവിടെ നമ്മളെ എരുന്ത് ഫ്രൈ റെഡി ആവുന്നുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്വാദിഷ്ടമായ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലോണം നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോഴത്തെ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമുക്ക് സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ ഉണ്ടാക്കി വെച്ച നമ്മുടെ സ്വാദിഷ്ടമായ എരുന്ത് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.